ഞാൻ ഈ അടുത്ത് മുതലേ അറിഞ്ഞത് ഫ്രഞ്ച് നമുക്ക് 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് പഠിക്കാം. ഫ്രാൻസിലോട്ട് പോകുന്ന ഒരാൾക്ക് ഏകദേശം ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ ഫ്രഞ്ച് അറിഞ്ഞിരിക്കണം. അതിൽ 4 പാരാമീറ്റേഴ്സ് ഉണ്ട്: റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ്, സ്പീക്കിംഗ്. ഇതിൽ ലേഫ് എത്രത്തോളം കുത്തറിയിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൽ ഈ ടെഫ് എക്സാം എന്താണ്? കാനഡയിൽ എല്ലാവരും സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജാണ്. അത് പിന്നെ എന്തിനാണ് ഈ ടെഫ് എക്സാം എഴുതുന്നത്? ദാറ്റ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഇതിൽ ലേഫ് എത്രത്തോളം കുത്തറിയിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൽ എൽഫ് എന്ന് പറഞ്ഞ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. അതായത് നമുക്ക് എന്താണ് ആവശ്യം, വെറുതെ ഒരാൾ പോയി ഫ്രഞ്ച് പഠിക്കാന്നുള്ളതല്ല, എന്തിനു വേണ്ടി ഫ്രഞ്ച് പഠിക്കണം. അതായത് ഈ എക്സാമിനെ ഓറിയൻറ്റ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ പാരാമീറ്റേഴ്സ് ഉണ്ട് നമുക്ക്: സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്. ഇതിൽ എല്ലാത്തിനും ഒരേപോലെ എനേബിൾ ആക്കണം ഒരു സ്റ്റുഡൻറ്റ്. അതിനൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സിലബസും അതേപോലെയുള്ള ക്ലാസ്സുകളും വളരെ പ്രധാനമാണ്. അതിന് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നതാണ് പ്രിപ്പറേഷൻ ചെയ്യുന്ന ആസ്പിറൻസുമായിട്ട്. ഞാൻ ഈ അടുത്ത് മുതലേ അറിഞ്ഞത് ഫ്രഞ്ച് നമുക്ക് 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് പഠിക്കാനാണ്. അത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? അതിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കൊണ്ട് പലർക്കും വിഷമം ഉണ്ടാവാനും പലരും ഇപ്പോൾ വന്ന് ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചു, കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ. ബട്ട് ഇഫ് യു ജസ്റ്റ് സിംപ്ലി അപ്ലൈ സം ലോജിക് നമുക്ക് മനസ്സിലാവാം. IELTS-ന് ഈക്വലൻ്റ് ആയ ഒരു എക്സാമാണ് ടെഫ് എന്ന് ഞാൻ പറഞ്ഞു. നമ്മളിപ്പോൾ പലരും ഇംഗ്ലീഷ് ചെറുപ്പകാലം മുതൽ പഠിക്കുന്നതാണ്. ചിലർ മീഡിയം, മലയാളം മീഡിയം എന്നോട് കുറച്ച് ലേറ്ററായിട്ട് പഠിക്കുന്നു. ചിലർ സ്റ്റേറ്റ് ഇംഗ്ലീഷ് മീഡിയം നോക്കി പഠിക്കുന്നു. CBSE അങ്ങനെ ആദ്യമേ തൊട്ട് പഠിക്കുന്നു. ICSE അങ്ങനെ ആദ്യമേ തൊട്ട് പഠിക്കുന്നു. അങ്ങനെ സ്റ്റുഡൻസും സ്പെഷ്യലായിട്ട് 10th or 12th കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ പ്രിപ്പറേഷന് പോയിട്ടാണ് IELTS എക്സാം എഴുതാറുള്ളത്. എന്നിട്ടും ചിലർ ആദ്യം ക്രാക്ക് ചെയ്യാൻ അല്ലാതെയും ക്രാക്ക് ചെയ്യും. അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് എക്സാം 2 മാസം കൊണ്ട് പഠിച്ച് എഴുതി പാസ്സാവാനും ആരെങ്കിലും അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ആലോചിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു അപ്രോച്ച്, ഞങ്ങളുടെ അപ്രോച്ച് എന്നുള്ളത് ഓണസ്റ്റ് ആൻഡ് പ്രാക്ടിക്കൽ അപ്രോച്ച്. 9 months to 1 year. കാരണം ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ തൊട്ട് പഠിക്കുന്ന സമയം തൊട്ട് പതുക്കെ പഠിക്കുന്നത് ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അത്ര സമയം എടുക്കാണ്ട് നമ്മൾ പ്ലാൻഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡായ രീതികളിൽ എന്തെല്ലാം വേണമെന്നുള്ളത് ഓരോ ദിവസം ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിലബസിലൂടെ നമ്മൾ പഠിച്ചു പോയിട്ട് 1 വർഷം കൊണ്ട് പാസ്സാവുന്ന ഒരു സ്ട്രക്ചറാണ് നിലവിലുള്ളത്. പല സ്റ്റുഡൻസും ചെയ്തുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്.